ഹായ്, വെൽക്കം ടു സ്വപ്നാസ് ഫുഡ് വേൾഡ്. ഇന്നത്തെ തമ്പനയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ, നമുക്കൊക്കെ അറിയാം എന്നാലും സ്പെഷ്യൽ ആയിട്ടുള്ള തേങ്ങ പുളി ചമ്മന്തി. നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ചോറിന്റെ കൂടെ. അതേപോലെ തന്നെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു തോരനാണ് ഇന്ന്, ബ്രോക്കോളി തോരൻ. അപ്പൊ അതും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട, അത്ര ടേസ്റ്റിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കൂ. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ തേങ്ങ പുളി ചമ്മന്തിക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 മുറി തേങ്ങയാണ് കേട്ടോ. വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റിയെ പറയുന്നുള്ളൂ. അതുപോലെ 4 വറ്റൽമുളക് എരിവുള്ളത്, വലുതാണെങ്കിൽ ഒരു 2-3 മതിയോ നിങ്ങളുടെ എരിവിനനുസരിച്ച്. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഈ ഒരു സൈസ് ലെമൺ വേണം. അപ്പോൾ ഈ ഒരു സൈസ് മതിയാവും, അധികം പുളിയായാലും ടേസ്റ്റില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ, അത് 1-2 ടീസ്പൂൺ എണ്ണ മതിയാവും. നമുക്ക് വറ്റൽമുളകൊന്ന് മൂപ്പിച്ചെടുക്കണം. ശരിക്കും ഇത് നമ്മൾ ചുട്ടെടുക്കുക ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ മുന്നേ ഒരു ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ചുട്ടെടുത്താലും മതി കേട്ടോ. ഇത് അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഉണ്ടോ ഒരു ബ്ലാക്ക് കളറായി തുടങ്ങി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് മൂപ്പിച്ചിട്ടുള്ള മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ ചെറിയ ഉള്ളി, പുളി ഒട്ടും തീരെ കുരു പാടില്ല, കാരണം നമുക്ക് അരച്ചെടുക്കണം പേസ്റ്റ് പോലെ, അതുകൊണ്ടാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത് ഞാൻ തേങ്ങ ചിരകിയതല്ല, തേങ്ങ ക്രഷ്, അതായത് നമ്മൾ നുറുക്കിയെടുക്കില്ലേ, അതുപോലെ പൂണ്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും. അതാണ് നമുക്ക് എളുപ്പപ്പണി. അതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ തേങ്ങയുടെ ഒരു ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഫസ്റ്റ് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ തേങ്ങ ചേർക്കാൻ പാടില്ല. ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പരുവം, നമ്മൾ വെള്ളം ചേർക്കാതെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പരുവം കിട്ടും. ഇത് തന്നെയാണ് വേണ്ടത്. നമ്മളെപ്പോഴും തേങ്ങ ചമ്മന്തി അരയ്ക്കുമ്പോൾ കുറച്ചൊന്നിങ്ങനെ ക്രഞ്ചി അതുപോലെ ഉണ്ടാവും, അല്ലാതെ പേസ്റ്റ് പോലെ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 മുറി തേങ്ങ, ഇത് 2 പേർക്ക് കഴിക്കാനുള്ള അളവാണ് പറയണത്. അതുപോലെ കുറച്ച് കറിവേപ്പില നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലേക്ക്. ഇത് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. ഇത് അമ്മിയിൽ അരയ്ക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അതായത് പേസ്റ്റ് പോലെ അരയാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം ഞാനിതാ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഇതുപോലെ ഉണ്ടാവും, പേസ്റ്റ് പോലെയല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ നോക്കി പുളിയും ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. കുറച്ചും കൂടെ എരിവ് വേണം എന്നുള്ളവർക്ക് ഒന്നും കൂടെ ചുട്ടെടുത്തിട്ട് ആ മുളക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങ ചമ്മന്തി. ഇത് ശരിക്കും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി നമ്മളിങ്ങനെ ഇലയിലൊക്കെ വെക്കണം. ഇപ്പം എൻ്റെ കയ്യിന് കണ്ടോ പണി കിട്ടിയ കാരണം എനിക്ക് ഉരുട്ടാൻ പറ്റും, കൈയായിട്ട് തൊടാൻ പറ്റുന്നില്ല. അതാണ് എല്ലാം സ്പൂണായിട്ട് ചെയ്യുന്നത്. ശരിക്കും ഒരു ബൗളിലേക്ക് മാറ്റി നന്നായിട്ട് അത് ഉരുട്ടി ഇങ്ങനെ ചമ്മന്തി പോലെ ആക്കി വെക്കണം. ഇന്നലെ ഇതുപോലെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ജാറിൽ കേക്ക് ഉണ്ടാക്കാൻ പഞ്ചസാര പൊടിക്കായിരുന്നു. അപ്പൊ ജസ്റ്റ് ഈ ജാർ ഇങ്ങനെ വെച്ചു സ്വിച്ച് ഓൺ ആക്കി, പക്ഷെ അത് 1-ലാണ് കിടക്കണതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ പിടിച്ചതായിരുന്നു, അങ്ങനെ തിരിഞ്ഞു. എന്തോ ഭാഗ്യത്തിന് ഈ വിരല് 2 കഷ്ണമായില്ല എന്ന് മാത്രം. പക്ഷെ ഈ ഒരു ഫുൾ ദശ പോയിട്ടിരിക്കുകയാണ്. ഇത് ഒന്നും തട്ടാനും ഒന്നും പറ്റില്ല, ഈ ഒരു ഭാഗം ഒന്നും ചെയ്യാൻ പറ്റില്ല, നല്ല വേദന. അപ്പം അതുകൊണ്ട് എല്ലാം സ്പൂണായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോണത് ബ്രോക്കോളി. കണ്ടിട്ടില്ലേ? അപ്പം ഇതിൻ്റെ തോരൻ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രോക്കോളി തോരൻ ഞാൻ ഇതൊരു വ്ളോഗിൽ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു, ചേച്ചി എങ്ങനെ ബ്രോക്കോളിയുടെ തോരൻ ഉണ്ടാക്കാമെന്നൊന്ന് പറഞ്ഞു തരുമെന്ന്. സാധാരണ നമ്മൾ ബ്രോക്കോളി ചിക്കൻ സാലഡ് അല്ലെങ്കിൽ വെജ് സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് സാധാരണ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കും ബ്രോക്കോളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ക്യാൻസർ വരെ തടുക്കും എന്നാണ് പറയുക. അത്രയും എഫക്റ്റീവ്, അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ആഴ്ചയിൽ 2-3 ദിവസം കഴിക്കുന്നത് അത്രയും നല്ലതാണ്. സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കിട്ടും അല്ലേ. അപ്പോൾ ഇത് ഞാൻ സാധാരണ നമ്മളെങ്ങനെ തോരൻ ഉണ്ടാക്കുക, ക്യാരറ്റും അത് കാബേജൊക്കെ തോരൻ അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് കഴുകുക. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ കണ്ടോ ഇതുപോലത്തെ, ഇപ്പോൾ കോളിഫ്ലവർ പോലെ തന്നെ ഓരോരോ ഫ്ലവേഴ്സ് ആയിട്ട് ഇതുപോലെ. ഇതിൻ്റെ പക്കോടയൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ, കോളിഫ്ലവർ പോലെ തന്നെ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് നുറുക്കിയെടുക്കുക ചെയ്യണത്. നിങ്ങൾക്ക് ആദ്യം ഒന്ന് വെള്ളത്തിൽ എപ്പോഴും കുറച്ച് നേരം മഞ്ഞപ്പൊടിയും അല്ലെങ്കിൽ വെറുതെ ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം. കോളിഫ്ലവർ പോലെ തന്നെ കുറച്ച് വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് ഇത് നുറുക്കിയെടുക്കാം.
അപ്പം ഞാനിവിടെ ഇതുപോലെ ഇങ്ങനെ വളരെ ഇതെന്താ വെച്ചാൽ പൊടി പൊടിയായിട്ട് അരിയും. കണ്ടോ, നമ്മളിങ്ങനെ അരിയുമ്പോൾ തന്നെ അത് പൊടി പൊടിയായിട്ട് വരും. കണ്ടോ, അപ്പം ഇതുപോലെയാണ് തോരൻ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ്. ഇത് വളരെ കുറച്ചേ ഉണ്ടാക്കുള്ളൂ, ഉണ്ടാക്കി വരുമ്പോൾ വളരെ കുറച്ചാവും അത്. എല്ലാം ഇതുപോലെ ഇതിന്റെ പൂവ് നല്ല രസമായിട്ട് ഇങ്ങനെ പൊടി പൊടിയായിട്ട് വരും. ഇതിന്റെ തണ്ടും വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് മുറുക്കി കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. എനിക്കിങ്ങനെ മുറിക്കുമ്പോൾ നല്ല വേദന ഉണ്ട് കയ്യിൻ്റെ ഈ ഭാഗം, കാരണം ഈ ഒരു പോർഷൻ എനിക്ക് അനക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും തട്ടുമ്പോൾ ഭയങ്കരമായിട്ട് വേദനിക്കണം. അപ്പം ഞാൻ ചെറുതായിട്ടാണ് ഞാൻ എൻ്റെ ഫുഡ് വേൾഡ് നിൽക്കുകയാണാവും, അതാണ് ഇപ്പം എൻ്റെ ടെൻഷൻ. നല്ല വേദന ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഏകദേശം അത്ര നന്നായിട്ടൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ടല്ല അരിയണത്. നിങ്ങൾ അരിയുമ്പോൾ ഇത് എന്ന് കണ്ടോ, പൊടി പൊടിയായിട്ട് അരിയുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ കടിക്കുന്ന പോലെ തോന്നും. അപ്പം എനിക്കിപ്പോൾ അത്ര ചെയ്യാൻ പറ്റുന്നില്ല വേദനിച്ചിട്ട്. ഒരുവിധം പേർക്കൊന്നും ശരിക്കും ബ്രോക്കോളി അത്ര ഇഷ്ടമാവില്ല, സാലഡും ഇതൊക്കെ ആകുമ്പോൾ. പക്ഷെ അത് തോരൻ വെച്ച് കഴിഞ്ഞാൽ, എനിക്കും ഇങ്ങനെ സാലഡ്സിലൊന്നും ബ്രോക്കോളി അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ തോരൻ പോലെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ക്യാബേജ് ഉപ്പേരി ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ചപ്പാത്തിയുടെ കൂടെ ഈ ബ്രോക്കോളിയുടെ തോരനും കൂട്ടി കഴിക്കും. അപ്പോൾ പിന്നെ വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല, അത്രയും എല്ലാം നമ്മുടെ വൈറ്റമിനും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണിത്. അപ്പം ഇങ്ങനെ ബ്രൊക്കോളി എല്ലാം ഇതുപോലെ നേരെയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് തോരൻ പോലെ ഉണ്ടാക്കാം. നമ്മൾ ചമ്മന്തിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മുളക് വറുത്തില്ലേ, അതിൻ്റെ സെയിം പാനാണ്. അതിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട്. അതിൽ 1 ടീസ്പൂണും കൂടെ എണ്ണ, വളരെ എണ്ണ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നല്ലോണം എണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 7-8 ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതാ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം ഒന്ന് മാറുന്നവരെ മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം, പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, കാരണം ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. കുറച്ചും കൂടെ പൊടി പൊടി അരിഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇതിൽ വെള്ളം പോലും വേണ്ട. ബ്രോക്കോളി നമ്മൾ അടച്ച് വെക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ വേവുന്നില്ല എന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. അതെന്തായാലും വേവും, കാരണം അത്ര പെട്ടെന്ന് വേവുന്നതാണ് ഈ ബ്രോക്കോളി. പിന്നെ ഇത് പച്ചയ്ക്ക് അങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ജസ്റ്റ് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചിട്ട് അങ്ങനെയല്ലേ നമ്മൾ സാലഡിലൊക്കെ ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് അത് പ്രശ്നമില്ല, പക്ഷെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് അടച്ചു വെക്കാൻ പോവാണ്. ഇനി ഞാൻ ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഒന്ന് ഇതാക്കണം, കാരണം നമ്മൾ ഒട്ടും വെള്ളം ചേർത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് വെള്ളം തളിച്ചു കൊടുക്കാം, പക്ഷെ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഏകദേശം ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കണ്ടോ, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു അടപ്പ് വെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം വരും, അതേപോലെ ഈ ഫ്ലവറിൽ നിന്നും വെള്ളം വരും. നന്നായിട്ട് അടിപൊളി തോരനായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നന്നായി വെന്തിട്ടുണ്ട്, വെന്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളി ബ്രൊക്കോളി തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം പപ്പയും മോളും കൂടെ ചോറ്, സാമ്പാർ, ബ്രൊക്കോളി ഉപ്പേരി, ചമ്മന്തി, തൈര്, പിന്നെ എന്താ വേണ്ടല്ലേ? പപ്പയ്ക്കൊന്നും വർത്താനം പറയാൻ പറ്റില്ല. രമേശേട്ടൻ്റെ ഫേവറേറ്റ് ആണ്. രമേശേട്ടൻ്റെ മിത്തുൻ്റെ ഫേവറേറ്റ് ആണ് ചോറും സാമ്പാറും. രമേശേട്ടൻ്റെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. മിത്തുവിന് ഇഷ്ടമല്ല, മിത്തു കഴിക്കില്ല. ഒരു പ്രത്യേക തരം കുട്ടിയാണ് അല്ലേ? ബ്രോക്കോളി ഇഷ്ടാ. തോരനായി വെച്ചാ, അല്ലെങ്കിൽ അതും കഴിക്കില്ല. ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ്. 11 മണി, ഞങ്ങൾക്ക് കിടക്കണം, നാളെ ഓഫീസ് ഉണ്ട്. ഞാൻ പിടിച്ചു വലിച്ചപ്പോ കൊണ്ടുവന്നതാ ഭക്ഷണം കഴിക്കാന്, അല്ലെങ്കിൽ ഇന്ന് ഉറങ്ങില്ല. ഇപ്പോഴും ശബ്ദം കേൾക്കുന്നുണ്ട്. 12 മണി വരെ ഉണ്ടാവും ഈ അലർച്ച.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സ്പെഷ്യൽ തോരൻ ആൻഡ് എല്ലാവരും ഉണ്ടാക്കി വെക്കും കേട്ടോ തോരൻ അല്ലേ? എങ്ങനെയുണ്ട് തോരൻ? ഞാൻ മോര് ഇവിടെ തൈര് ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ എപ്പോഴും തൈര് കൊടുന്ന് വെക്കും. തൈര് കൊടുന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കോമ്പിനേഷൻ്റെ ടേസ്റ്റ് കാരണം ഞാൻ ഇതുവരെ തൈര് എടുത്തിട്ടില്ല. കാരണം ഈ ടേസ്റ്റ് എടുക്കും ഉണ്ടാച്ചിട്ട് നോക്കട്ടെ, ലാസ്റ്റില് തൈര് കൂട്ടിയിട്ട് ഒരു പിടുത്തറ പിടിക്കാം. സാമ്പാർ നമ്മൾ സദ്യ സ്പെഷ്യൽ സാമ്പാറും സാദാ സാമ്പാറും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. വറുത്തരച്ചതൊക്കെ നമ്മൾ ഫുഡ് വേൾഡിൽ ഇട്ടിട്ടുണ്ട്. നോക്കി നോക്കൂ, ഇപ്പോൾ വിഷു ഒക്കെ വരികയല്ലേ, എല്ലാ സദ്യ സ്പെഷ്യൽ വിഭവങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നല്ല സാമ്പാർ. നാട്ടിൽ പോയിട്ട് വേണം കുറച്ച് സ്പെഷ്യൽ പാലക്കാടൻ സദ്യ സ്പെഷ്യൽ ഐറ്റംസ്, പാലക്കാട് മാത്രമുള്ള കുറച്ചെണ്ണുണ്ട്. അത് അമ്മയുടെ അടുത്ത് പോയിട്ട് വേണം ഇടാൻ വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പം ഇത് ഇവിടുന്ന് വാങ്ങിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ മിത്തു എന്താണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ, ബൈ പറയൂ രണ്ടുപേരും. ബൈ.